സുരേഷ് ഗോപി വിവാദം അനാവശ്യമെന്ന് കലാമണ്ഡലം ഗോപി ആശാൻ. താനും സുരേഷ് ഗോപിയും തമ്മിൽ വളരെ നല്ല ബന്ധമാണ്. സുരേഷ് ഗോപിക്ക് എന്നെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാമായിരുന്നു, വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചു. സുരേഷ് ഗോപിക്ക് ഇനിയും വരാം, സുരേഷ് ഗോപിയെ എത്തിയാൽ സ്വീകരിക്കുമെന്നും ഗോപി ആശാൻ വ്യക്തമാക്കി. മുണ്ട് പുതപ്പിക്കും. ആ മുണ്ട് പുതപ്പിച്ചാൽ സ്വീകരിക്കില്ലെങ്കിൽ ഞാൻ ആ മുണ്ട് അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ നടക്കിൽ കൊണ്ടുപോയി വയ്ക്കും. ഇതൊന്നും അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ലായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ സ്നേഹസമ്പന്നനായില്ല സുരേഷ് ഗോപി. അദ്ദേഹം എപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള, ഞാനായിട്ട് ഇത്രയും അടുപ്പായിട്ടിരിക്കുമ്പോൾ ഞാൻ സ്വീകരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് അറിയേണ്ട കാര്യം തന്നെയല്ല. ഞാൻ സ്വീകരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ മുമ്പേ വന്നിട്ട് തരുണ്ടായിട്ടുണ്ട് അന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ്. അപ്പൊ എന്തിനാന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു ദുഷ്പ്രചരണം ആൾക്കാര് സുരേഷ് ഗോപിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഈ ഇങ്ങനൊരു വാക്ക് പറയേണ്ടി വന്നത്. അത് കേട്ടപ്പോൾ എനിക്കും വിഷമായി. എന്താ വെച്ചാൽ, എന്തിപ്പോൾ അദ്ദേഹം എന്നോട് വിളിച്ച് ചോദിച്ചിട്ട് മതിയായിരുന്നു ഇങ്ങനൊന്നും പറയല് എന്നുള്ളത്. അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തിനായിട്ട് എന്തെങ്കിലും മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കത്തക്കവണ്ണം ഒന്നും ഇതുവരെ പ്രവർത്തിച്ചിട്ടുമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തു. ക്ഷണിച്ചപ്പോൾ എങ്ങനെയായാലും വരട്ടോ പറഞ്ഞു. എനിക്ക് നടക്കാൻ വയ്യാത്ത കാരണം, ഗുരുവായൂർക്കാണ്, നടക്കാൻ തീരെ വയ്യാത്ത കാരണം കൊണ്ട് ഞാൻ പോയില്ല. അപ്പോഴും സ്നേഹമാണെന്ന് അർത്ഥം, അപ്പോഴും അതിനൊരിതില്ല. അപ്പൊ ഇത് കേട്ടപ്പോ അദ്ദേഹത്തിന് എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നു എന്നൊരു സങ്കടം എനിക്ക് തോന്നി. ആ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടത്. അതായത്, ഞാനും സുരേഷ് ഗോപിയും കൂട്ട് അങ്ങേറ്റ അടുപ്പാണ്. സുരേഷ് ഗോപിക്ക് എപ്പോഴും വീട്ടിൽ വരാൻ ആരോടും ചോദിക്കേണ്ട, അല്ലാണ്ട് തന്നെ വരാം. അതിന് എപ്പോഴും സ്വാഗതമേ ഉള്ളൂ. അത് എൻ്റെ മകനും അങ്ങേറ്റം പറഞ്ഞുള്ളത് തന്നെയാണ്. സുരേഷ് ഗോപിക്ക് എപ്പോൾ വേണമെങ്കിലും സ്വാഗതമാണ്.